ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് തരാൻ പോവുകയാണ്. ടാസ്ക് എന്താണെന്നാൽ 1 മിനിറ്റിലേക്ക് നിങ്ങൾ ഒരു വിഷയത്തെപ്പറ്റിയും ആലോചിക്കാതിരിക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയാണ് ഫീൽ ചെയ്യുക. 1 മിനിറ്റിൽ ഒന്നും ആലോചിക്കരുതെന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെയുള്ള തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. 1 മിനിറ്റിൽ ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുകയില്ല, എൻ്റെ മൈൻഡ് ഇപ്പോൾ കംപ്ലീറ്റായി സൈലൻ്റ് ആണ്, 1 മിനിറ്റ് കഴിഞ്ഞോ, ഇങ്ങനെയുള്ള തോട്ട്സ് നിങ്ങളുടെ ബ്രെയിനിൽ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നാൽ എപ്പോഴും നമ്മുടെ ബ്രെയിൻ എന്തിനെങ്കിലും പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പ്രോബ്ലം എന്താണെന്നാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു വിഷയത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയില്ല, കുറേയധികം തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് നമുക്ക് ഒരു വിഷയത്തിൽ മാത്രം നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് വെക്കാൻ പറ്റൂല. ഇന്നത്തെ കാലഘട്ടത്തിൽ പീപ്പിൾസിൻ്റെ അറ്റൻഷൻ സ്പാൻ എന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഈ വീഡിയോയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പലതും തന്നെ ചിന്തിക്കുന്നുണ്ടാവാം. ചിലർക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പോലും കാണാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു വിഷയത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ അറ്റൻഷനായി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് അറ്റൻഷൻ സ്പാൻ കുറവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയി കാണുകയുമില്ല. ഒരു റിസർച്ചിൽ എന്താണ് മനസ്സിലായത് എന്നാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് യൂഷ്വലി ഓപ്പൺ ആവുന്നതിനേക്കാളും കുറച്ച് മെല്ലെയാണ് ഓപ്പൺ ആവുന്നത്. എന്നാൽ നിറയെ പേർ ആ വെബ്സൈറ്റ് ക്ലോസ് ചെയ്തു പോകും. ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ട് 20% സ്ലോ ആണ് എങ്കിൽ അന്ന് ഗൂഗിളിന് 8 മില്യൺ സെർച്ചസ് ലോസ് ആകും. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്കൊരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. ഇതുകൊണ്ട് നമുക്ക് നിറയെ പ്രോബ്ലംസ് വരുന്നുണ്ട് എന്ന്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാതെ ആ ബ്രെയിനിനെ കൊണ്ട് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് വേണ്ടതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാൻ പോവുകയാണ്. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ഈസിയായി സക്സസ്ഫുൾ ആവാൻ പറ്റുകയുള്ളൂ. സോ വെൽക്കം ടു മൈ ചാനൽ ദി പോസിറ്റീവ് പാത്ത് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്പർ 1 എന്നത് ഒബ്സർവ് യുവർ ബ്രെയിൻ. ഇപ്പം നിങ്ങൾ ടി വിയിൽ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ ഹോണിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് നല്ല സൗണ്ടിൽ മ്യൂസിക് വെക്കുന്നു. ഇനി നിങ്ങൾ പറയും, ഇപ്പം നിങ്ങൾക്ക് മര്യാദയ്ക്ക് ആ ഫിലിം കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക് വായിക്കാൻ പറ്റുമോ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിനും നടക്കുന്നത്. നമ്മുടെ ബ്രെയിൻ എന്നത് കോൺസ്റ്റൻ്റായി നിറയെ വിഷയങ്ങളെപ്പറ്റി നോക്കുന്നുമുണ്ട്, അതിനെപ്പറ്റി അനലൈസിസും ചെയ്യുന്നുണ്ട്. ബ്രെയിൻ നോക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ അത് അനലൈസ് ചെയ്യുന്നുണ്ട്, കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസും ചെയ്യുന്നുണ്ട്. എല്ലാ വിഷയത്തിലും ബ്രെയിനിൻ്റെ എക്സ്പ്ലെയിൻസ് ലേബിൾ ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് നമ്മൾ ചെയ്യണം, എന്ത് നമ്മൾ ചെയ്യരുത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ എനർജി കുറയ്ക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത വിഷയങ്ങളാണ് നമ്മുടെ ബ്രെയിനിന് നോയ്സസ് ആയിരിക്കുന്നത്. അതുകാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത വിഷയത്തിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിന് യൂസ് ചെയ്യിപ്പിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നും തന്നെ വലുതായി ചെയ്യേണ്ട. ജസ്റ്റ് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതിയാവും. നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെ വിഷയം കടന്നു ചെല്ലുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിൻ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ആലോചിക്കുന്നത് അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലായി അതിനെ നിങ്ങൾക്ക് കൺട്രോളിൽ കൊണ്ടുവരാം. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ആലോചിക്കുന്ന വഴിയിലൂടെ പോകാതെ നിങ്ങൾ പറയുന്നത് ബ്രെയിനിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓതർ എന്താണ് പറയുന്നത് എന്നാൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ബ്രെയിനിനെ ശരീരത്തിലുള്ള ഒരു പാർട്ടായി കാണുന്നത് അപ്പോഴാണ് നിങ്ങൾ ബ്രെയിനില്ലാത്ത നിങ്ങളായി മാറുന്നത് എന്നതാണ്. ഇത് കേൾക്കാൻ കുറച്ച് വ്യത്യാസമുണ്ടായിരിക്കാം, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. നിറയെ ആളുകൾ അവരുടെ ബ്രെയിൻ പോകുന്ന വഴിക്ക് പോകുന്നുണ്ടാവാം. ബ്രെയിൻ എന്ത് പറയുന്നോ അതങ്ങനെ തന്നെ ഫോളോ ചെയ്തു പോകുന്നു. ഇതിങ്ങനെ തന്നെ പോയാൽ നിങ്ങളുടെ ബ്രെയിനാണ് പിന്നീട് കൺട്രോൾ ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ബ്രെയിനിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ബ്രെയിനിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്പർ 2 എന്നത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. നമ്മളിൽ നിറയെ ആൾക്കാർ 2 ടൈം പീരീഡിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ പാസ്റ്റ്, സെക്കൻഡ് വൺ ഫ്യൂച്ചർ. പാസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ എപ്പോഴും മുൻപ് നടന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴെന്ത് ചെയ്യുന്നോ അതിലൊന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യൂല. എക്സാമ്പിൾ, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ വീട്ടിൽ മുമ്പ് നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിരിക്കും. ഇതുകൊണ്ട് അവർക്ക് ചെയ്യേണ്ട കാര്യത്തിൽ കോൺസെൻട്രേറ്റ് കിട്ടില്ല, നിറയെ മിസ്റ്റേക്സും വരും. ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ എപ്പോഴും നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പ്രസൻറ്റിൽ ഉള്ള കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യുകയുമില്ല. കുറേയധികം സ്റ്റുഡൻസ് അവരുടെ ഫ്യൂച്ചർ എന്താകുമോ എന്ന് ഇമാജിൻ ചെയ്ത് ഷോകടിച്ചിരുന്ന് അവരുടെ പ്രസൻറ്റ്, അതായത് പഠനത്തിൽ ഫോക്കസ് ചെയ്യാതെ വേസ്റ്റായി പോയിക്കൊണ്ടേയിരിക്കും.
ഓതർ എന്താണ് പറയുന്നത് എന്നാൽ നമ്മൾ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിനെ പറ്റി ഒക്കെ ചിന്തിച്ചു തന്നാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫുൾ കപ്പാസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബ്രെയിനിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ ടൈം പ്രസൻറ്റ് മൂമെൻറ്റിൽ യൂസ് ചെയ്യണം. നിറയെ ആളുകൾ നിങ്ങളെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവാം, പ്രസൻറ്റിൽ അടിച്ചുപൊളി ജീവിക്കൂ, ലിവ് ഇൻ ദി പ്രസൻറ്റ് എന്നൊക്കെ. എന്നാൽ നിങ്ങൾ ശരിക്കും പ്രസൻറ്റിലാണോ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിക്കൂ. നിങ്ങൾക്ക് പ്രസൻറ്റിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്പർ 1, നിങ്ങൾ തന്നെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ, ഞാനിപ്പം ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന്. ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങൾ ശ്വാസം വിടുന്നതിലോട്ട് പോകും. ഇപ്പം ശരിക്കും കുറച്ച് സമയം നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിച്ചു. ഇതിൻ്റെ ഒരു ലോങ് ഫോമാണ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റ് ആക്കാതെ വെക്കാം. ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്പർ 2 എന്നത് യൂസ് പവർ ഓഫ് നൗ. നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ തന്നെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ നന്നായി ട്രൈ ചെയ്യണം. എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ കൈ കഴുകുക എന്ന് വിചാരിക്കുക. നിങ്ങൾ കൈ കഴുകുന്നതിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ആ സോപ്പിൻ്റെ മണം ഒക്കെ ഒന്ന് സ്മെൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ നന്നായി സെൻസറിങ് ഓർഗൻസ് യൂസ് ചെയ്ത് ആ മൂവ്മെൻറ്റ് ഫീൽ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് വെച്ചാൽ കുറച്ചായി നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ആകും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഫുൾ കപ്പാസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പ്രസൻറ്റ് ലൈഫിൽ ഫോക്കസ് ചെയ്യൂ എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫ് വേസ്റ്റ് ചെയ്യരുതെന്നതാണ്. നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചാലാണ് നിങ്ങൾക്ക് വലിയ ഗോൾസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂ. അത്രയും വലിയ ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്താലും തന്നെ ട്രൂ ഹാപ്പിനെസ് അച്ചീവ് ചെയ്യൂല. എക്സാമ്പിൾ, നിങ്ങളൊരു മൗണ്ടൻ ക്ലൈംബറാണ്. നിങ്ങൾ ആ മൗണ്ടൻ കണ്ടിട്ട് അതിൻ്റെ ടോപ്പ് റീച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഒരു ഹെലികോപ്റ്ററിൽ നിങ്ങളെ ആ മൗണ്ടൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇറക്കിയാൽ നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടായില്ല. അതായത് സന്തോഷം എന്നത് ആ മലയുടെ മുകളിലല്ല. എന്നാൽ അതേ സമയത്ത് ഒരു ഗോൾസും സെറ്റ് ചെയ്യാതെ ആ മലയുടെ അടിയിൽ ചുറ്റി നടന്നാലും അപ്പോഴും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുകയില്ല. അതായത് ഒന്നും തന്നെ ചെയ്തില്ല എങ്കിലും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുകയില്ല. എന്നാൽ ശരിക്കുമുള്ള ഹാപ്പിനെസ് ആ മലയുടെ മുകളിൽ കയറുന്ന എക്സ്പീരിയൻസിലാണ് കിട്ടുക. ആ മല കഷ്ടപ്പെട്ട് കയറി അതിൻ്റെ ടോപ്പിൽ കയറി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കുമുള്ള ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ പോകുന്ന പാത്ത് വേ, അതായത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ പോകുന്ന ജേണി നിങ്ങൾ എൻജോയ് ചെയ്യണം. ആ പ്രസൻറ്റ് മൂവ്മെൻറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ട്രൂ ഹാപ്പിനെസ് ആൻഡ് സക്സസ് കിട്ടൂ. ഇതൊക്കെ തന്നെ ദി പവർ ഓഫ് നൗ എന്ന ബുക്കിൽ നിന്ന് വായിച്ച വിഷയങ്ങളാണ്. ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിലെ ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.